സുരേഷ് എന്ന ആക്ട്രസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വെറുമൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല, അത് ശരിക്കും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബ്രാൻഡായി ആൾ മാറിയതിൻ്റെ ഒരു കഥയും കൂടിയാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണ സിനച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ഞാൻ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കീർത്തി സുരേഷിൻ്റെ ആദ്യകാല സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കീർത്തി സുരേഷിനെ നമ്മൾ ആദ്യകാലം കുറച്ചധികം നാളെ മുതൽ കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് മേനക സുരേഷിന്റെ മകളായതുകൊണ്ടൊക്കെ തന്നെ. ആൻഡ് കീർത്തി സുരേഷിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ കുറച്ചും കൂടി ചബ്ബി ആയിരുന്നു, കുറച്ചും കൂടി ക്യൂട്ട് ഫേസ് ആയിരുന്നു, കുറച്ചും കൂടി ഓവറോൾ അപ്പിയറൻസിലൊന്നും മേക്കപ്പിലോ ഡ്രസ്സിങ്ങിലോ ഒന്നും അധികം ശ്രദ്ധിച്ചിരുന്ന ഒരാളല്ല. അതിഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പോഴും ആ ഒരു ചബ്ബി ഫേസ്, ആ ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതിരിക്കുന്ന ഒരു കീർത്തിനെയൊക്കെ അഡ്മയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ കീർത്തി എപ്പം മുതൽ ആ ഐഡന്റിറ്റീനെ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചോ അപ്പം മുതൽ കീർത്തി സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. ഞാൻ പറയുന്നത് നമ്മള് ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്ന, സുന്ദരിയായിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പവർഫുള്ളും അതേപോലെ തന്നെ കൂടുതൽ എല്ലാ ഏരിയയിലേക്കും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നതും നമ്മൾ മൊത്തത്തിൽ നമ്മളെ സ്റ്റൈലൈസ് ചെയ്യുന്ന ഒരു വിധം കൊണ്ടുകൂടിയാണ്. അങ്ങനെയാണ് കീർത്തിക്ക് സംഭവിച്ചിട്ടുള്ളത്. കീർത്തിയുടെ ഒരു വെറും ഒരു വെയിറ്റ് ലോസ് ജേർണി അല്ല ശരിക്കും ഉണ്ടായിട്ടുള്ളത്. കീർത്തി തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. കീർത്തിയുടെ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിന്റെ ആദ്യ പടിയിലൊക്കെ കൂടുതലായിട്ടും കാർഡിയോ വർക്കൗട്ട്സ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളതെന്ന് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ മസിലിന്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഫേസ്, അതുകൊണ്ടാണ് ഫേസിൽ നിന്ന് വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയത് കൊണ്ടാണ് ഫേസ് ഭയങ്കര സ്ട്രക്ചേർഡ് ആയി മാറിയത്. ഇപ്പോഴും നമുക്ക് നോക്കുമ്പോൾ കീർത്തിയിൽ വലിയ മാറ്റം സംഭവിച്ചേക്കുന്ന ഒരു ഏരിയ ഫേസ് ആണ്. ഫേസിൽ ആക്ച്വലി കുറച്ചും കൂടെ സ്കൾപ്റ്റഡ് ആയി, ഫേസ് കുറച്ചും കൂടെ പോയിന്റി ആയി, ഭയങ്കര ഷാർപ്പായി, അങ്ങനെയുള്ള ഒരു ഷാർപ്പ് ഫീച്ചേഴ്സ് ആണ് ഓവറോൾ നമ്മളുടെ എന്താ പറയാ ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 ആക്ട്രസ് ആയി മാറാൻ ശരിക്കും വേണ്ടത്. അല്ലാതെ ഭയങ്കര റൗണ്ടഡ് ആയിട്ടുള്ള ചീക്സോ റൗണ്ടഡ് ആയിട്ടുള്ള ഐസോ ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടാവും. പക്ഷെ നമുക്കത് നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ജനിച്ചവരായതുകൊണ്ടും നമ്മൾ ഒരു കേരളത്തിന്റെ തനിമ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിനെ ക്യാരി ചെയ്യുന്നത് കൊണ്ടുമായിരിക്കും. പക്ഷെ അതൊരു ബ്രാൻഡായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. സോ അത് ആണ് കീർത്തി ഫോക്കസ് വെച്ചതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. പലർക്കും കീർത്തി സുരേഷിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം മഹാനടി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടേതാണ്. ആ മൂവിയിലാണ് കീർത്തിനെ നമ്മൾ കുറച്ചും കൂടി ഒരു പോളിഷ്ഡ് ലുക്കിലും കുറച്ചും കൂടി എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡിലും കുറച്ചും കൂടി ഒരു ഓറയിലും മൊത്തത്തിൽ ഓവറോൾ നമുക്ക് കീർത്തിനെ ഒരു ഭയങ്കര വലിയൊരു നടിയാണ് എന്നൊക്കെ തോന്നിയതും ഒക്കെ ആ ഒരു മൂവിയിലാണ്. ആ മൂവിയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു കീർത്തി തന്നെ കീർത്തിനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. എന്താണ്, എങ്ങനെയാണ് നമ്മളെ ക്യാരി ചെയ്യേണ്ടത് ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ, എങ്ങനെ നിന്നാലാണ് എക്സ്ട്രാ ഓർഡിനറി ആണ് നമുക്ക് മാറ്റാൻ പറ്റുക, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി അവെയർ ആവുന്നത്. ആൻഡ് അത് കരിയറിലുടനീളം അത് തുടർന്ന് പോവുകയും പിന്നീട് വരുന്ന ഓരോരോ കാര്യങ്ങളിലും ഓരോരോ ക്യാരക്ടറിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് കീർത്തിനെ നമുക്ക് മൊത്തത്തിൽ ഒരു സ്റ്റൈൽ ഐക്കണായിട്ടും അതുപോലെ തന്നെ ഒരു ഓവറോൾ ഒരു പാൻ ഇന്ത്യൻ നടിയായിട്ടും അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച ആക്ട്രസ് ആയിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കീർത്തിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. കീർത്തിയുടെ സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ കീർത്തിയുടെ ബോഡി ഷേപ്പ് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അത് ഓൾമോസ്റ്റ് ഒരു സോഫ്റ്റ് പെയർ അല്ലെങ്കിൽ ഒരു പെറ്റീറ്റ് പെയർ ബാലൻസ്ഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ബാലൻസ്ഡ് പ്രപ്പോർഷൻ ആണുള്ളത്. പക്ഷെ സ്റ്റിൽ ഒരു പെയർ ഷേപ്പിലേക്ക് കയറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുക. ആൻഡ് ദെൻ കീർത്തിയുടെ കളർ അനാലിസിസ് നോക്കുകയാണെങ്കിൽ, അതായത് സ്കിൻ ടോൺ വെച്ചിട്ടുള്ള കളർ അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് ഓട്ടം ടു വാം ഓട്ടം ഇതിന്റെ ഇടയിലുള്ള കാറ്റഗറിയിൽ എവിടെയോ ആണ് കീർത്തി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഡ്രസ്സിലാണ്, കുറച്ച് വാംത്ത് ഉള്ള ഡ്രസ്സിലാണ് കൂടുതലായിട്ടും കീർത്തി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ കീർത്തിയുടെ ഒരു പെയർ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഒന്ന് സ്ട്രക്ചേർഡ് ആക്കി കാണിക്കാൻ വേണ്ടി കൂടുതലായിട്ടും സ്ട്രക്ചേർഡ് ഔട്ട്ഫിറ്റ്സ് ഇടാൻ വേണ്ടി കീർത്തി ശ്രദ്ധിക്കാറുണ്ട്. ഹെയറിന്റെ കളേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് പോലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത്. സോ ഈ വാംത്ത് ഹെയറിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം മേക്കപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ലുക്സ് മിനിമൽ ആയിരിക്കും, യെറ്റ് അത് ഭയങ്കര എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ട് എവിടെയാണോ കറക്റ്റ് വേണ്ടത് അവിടെ മാത്രം എൻഹാൻസ് ചെയ്ത് കൊടുത്ത് അങ്ങനെയായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഹെയർ സ്റ്റൈല് എപ്പോഴും കീർത്തിയുടെ ഹെയർ സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ചും കൂടി ക്ലീൻ ആൻഡ് കുറച്ചും കൂടി അത് ഇന്റൻഷനലി ആണ് ഹെയർ സ്റ്റൈല് ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കീർത്തിയുടെ ഒരു സ്റ്റൈൽ, ഓവറോൾ സ്റ്റൈൽ ഉള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഹെയറിലേക്ക് ഒരുപാടൊന്നും ഫോക്കസ് കൊടുക്കാത്ത രീതിയിലുമാണ്. ഫേസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. കീർത്തിയുടെ ഫേസ് കുറച്ച് ചെറുതാണ്, നെക്കിന് കുറച്ച് ലെങ്ത്തും ഉണ്ട്. സോ അതൊന്ന് ബാലൻസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഹെയർ ഭയങ്കര ക്ലീൻ ആയിട്ടോ അല്ലെങ്കിൽ ഹെയറിലേക്ക് അറ്റൻഷൻ പോകുന്ന രീതിയിലോ ആകാൻ പാടില്ല. അത് എപ്പോഴും അത് നോക്കിയിട്ടാണ്
കീർത്തി ബാലൻസ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് പോയിട്ടുള്ളത്. കീർത്തി സുരേഷിന്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോ അപ്പ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതോ സ്കിൻ വൈറ്റനിങ് എന്ന് പറയുന്നതോ അല്ല നമ്മളുടെ പ്രസൻസിന്റെ വേർത്ത് തെളിയിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ ഇൻറ്റൻഷനലി നമ്മളെ എങ്ങനെ ലോകം കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. പ്രസന്റ് ചെയ്യുന്ന രീതി മാറിയത് കൊണ്ടാണ് കീർത്തി സുരേഷിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്. അല്ലാതെ വെയിറ്റ് ലോസ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റൈൽ മാറ്റിയത് കൊണ്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് കൊണ്ടോ മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല. ആൻഡ് നമ്മളാണെങ്കിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് നമ്മളുടെ പ്രസൻസ് ഒരാൾക്ക് ഫീൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ട്രാൻസ്ഫോർമേഷനെ സമീപിക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.